ഇനി ഒമാനിലെ പുതിയ തൊഴിൽ പെർമിറ്റ് ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വിശദമായി തന്നെ അറിയാം. നജ്മ മജീദ് വിശദീകരിക്കും. ദിവ്യ, ഒമാൻ തൊഴിൽ പെർമിറ്റിൽ ഭേദഗതികൾ എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒമാനിൽ നിന്ന് വരുന്ന വാർത്ത. ഈ ഭേദഗതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും തൊഴിൽ ഉടമകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഒമാൻ തൊഴിൽ പെർമിറ്റിൽ ഭേദഗതികൾ എന്നുള്ളതാണ്. അത് ഒമാൻ തൊഴിൽ പെർമിറ്റിലെ ഭേദഗതിയിലെ പ്രധാന ഭേദഗതികളായി പറയുന്നത് പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ താമസാനുമതിയുടെ കാലാവധിക്ക് അനുസൃതമാക്കും എന്നുള്ളതാണ്. എങ്ങനെയാണോ താമസാനുമതിയുടെ കാലാവധി അതിന് അനുസൃതമായിട്ടായിരിക്കും തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ നൽകുക എന്നുള്ളതാണ്. രണ്ടാമതായി, പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. രണ്ടാമതായി പറയുന്നത് വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റമില്ല എന്നുള്ളതാണ്. നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ഒമാനിൽ ജോലി ചെയ്യുന്ന വീട്ടുജോലിക്കായി നിൽക്കുന്ന തൊഴിലാളികളുടെ നിലവിലെ നിയമങ്ങളിൽ വലിയ മാറ്റമൊന്നും ഈ ഭേദഗതിയിൽ പറയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, തൊഴിലാളിയുടെ ജോലി കാറ്റഗറി മാറ്റാൻ പുതിയ പെർമിറ്റ് എടുക്കേണ്ട. നിലവിലുള്ള ജോലിയിലെ കാറ്റഗറി മാറ്റുന്നതിനായിട്ട് നമ്മൾ പുതിയൊരു പെർമിറ്റ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പുതിയ കാറ്റഗറിയുടെ ഫീസിലെ അധിക തുക മാത്രം അടച്ചാൽ മതി. എന്താണോ നിലവിൽ അടയ്ക്കുന്ന തുക, അതിൽ പുതുതായി കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ അതിലെ അധികം വരുന്ന തുക മാത്രം എക്സ്ട്രാ നമ്മൾ കൂട്ടി അടയ്ക്കണം എന്നുള്ളതാണ്. പെർമിറ്റ് വേറൊരു കാറ്റഗറി അതിനായിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വദേശീവൽക്കരണ നിരക്കുകൾ പാലിക്കുന്ന തൊഴിലുടമകൾക്ക് ലൈസൻസ് ഫീസിൽ 30% ഇളവ് എന്നുള്ളതാണ്. നിലവിലുള്ള നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് അതിൻ്റെ ഫീസും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഫീസിൽ 30% ഇളവ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊന്ന്, സ്വദേശീവൽക്കരണ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ലൈസൻസ് പുതുക്കലിലോ തൊഴിലാളി ഡാറ്റ രജിസ്ട്രേഷനിലോ കാലതാമസം വരുത്തിയാൽ ഒരു തൊഴിലാളിക്ക് പരമാവധി പിഴ 500 റിയാൽ ആക്കും എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കൃത്യമായി ഇത് പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 30% കുറയുകയാണെങ്കിൽ ഇത് പാലിക്കാതിരുന്നാൽ 500 റിയാൽ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇനി എങ്ങനെയാണ് പുതിയ നിരക്കുകൾ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പ്രൊഫഷനിൽ വരുന്നത് പുതിയ പെർമിറ്റ് പുതുക്കൽ തൊഴിലാളികളുടെ ഡാറ്റ രജിസ്ട്രേഷനൊക്കെ വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് 301 റിയാലാണ്. രണ്ടാമതായി, രണ്ടാം ക്ലാസ് പ്രൊഫഷൻ അത് 251 റിയാൽ എന്നുള്ളതാണ് കണക്കാക്കുന്നത്. മൂന്നാമതായി, മൂന്നാം ക്ലാസ് പ്രൊഫഷൻ അത് 201 റിയാൽ തന്നെയാണ്. നാലാമതായി, നിക്ഷേപ ക്ലാസ് തൊഴിലുകൾ അവർക്ക് ഈടാക്കുന്നത് 301 റിയാലാണ്. ഇനി അടുത്തത്, വീട്ടുജോലിക്കാരി, നാനി, സ്വകാര്യ ഡ്രൈവർ, തോട്ടക്കാരൻ, വീട്ടിലെ ആരോഗ്യകാര്യ സഹായി, സ്വകാര്യ നഴ്സ് എന്നിങ്ങനെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് 101 റിയാലാണ്. അത് പരമാവധി 3 തൊഴിലാളികൾ എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, കാർഷിക തൊഴിലാളികൾ, ഒട്ടകം, കുതിര, കന്നുകാലികളെയൊക്കെ വളർത്തുന്ന അതിനായി സഹായിക്കുന്ന തൊഴിലാളികൾ, റെസിഡൻഷ്യൽ കെട്ടിട തൊഴിലാളികൾ അവർക്ക് 141 റിയാലാണ് വരുന്നത്. പിന്നെ വർക്ക് പെർമിറ്റിൽ പ്രൊഫഷൻ മാറ്റാൻ 5 റിയാലാണ് ഈടാക്കുന്നത്. കരാറിലെ വേതനവും ബോണസ് ഡാറ്റയും മാറ്റാനായിട്ട് 1 റിയാൽ മാത്രമാണ് ഈടാക്കുന്നത്. ഇനി ഒരു തൊഴിലാളിയുടെ സേവനം മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറ്റുകയാണെങ്കിൽ 5 റിയാൽ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തൊഴിലുടമയുടെ കീഴിൽ ഇതുവരെ ജോലി ചെയ്യുന്നു, ഇനി നമ്മൾ മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറുകയാണ്, അങ്ങനെയെങ്കിൽ 5 റിയാലാണ് ഈടാക്കുന്നത്. അങ്ങനെ ഇത്രയുമാണ് ഒമാനിലെ വർക്ക് പെർമിറ്റ് വിസയിൽ വന്നിട്ടുള്ള ഭേദഗതികൾ. ദിവ്യ. യെസ്, താങ്ക് യു നജ്മ. എന്തായാലും ഒമാനിലെ പുതിയ വർക്ക് പെർമിറ്റ് വിവരങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നജ്മ വിശദാംശങ്ങൾ നൽകിയത്.